ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അവസാനം വർക്ക് ചെയ്ത പടമാണ് കാതോടുകാതരം. അതിനുശേഷം ഞാൻ ഡയറക്ടറായി. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. മമ്മൂക്കയും ഞാനും ഒരുപാട് സിനിമകളിൽ ആ സമയത്ത് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. മമ്മൂക്ക സിനിമ തുടങ്ങിയ കാലം മുതൽ അദ്ദേഹമായിട്ടുള്ള ഒരു പരിചയമുണ്ട്, അടുപ്പമുണ്ട്. ഭരതേട്ടൻ നമ്മളോടൊപ്പം ഇല്ല, ജോൺ പോൾ ഇല്ല, അവരുടെയൊക്കെ ഓർമ്മകൾ. ഇപ്പോൾ രേഖാചിത്രത്തിൽ പറയുന്ന കുറേ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ അതിനെ മേർഡർ മാത്രമാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടി മിസ് ചെയ്തു എന്നുള്ളത് മാത്രം ഫിക്ഷനാണ്. ഒരു 4-5 ഷോട്ട് എടുക്കും. ഷോട്ട് എടുത്തിട്ട് ഒരു 7-7:30 മണി വരെ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഈ കുട്ടികളെ ബ്രഷ് ചെയ്യിക്കുന്നത്. ലൊക്കേഷനിലാണ് ബ്രഷ് ചെയ്യിക്കുന്നത്. 5 മണിക്ക് ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ ഒപ്പം എത്തും. ഞാൻ എത്തുന്നതിൻ്റെ ഒപ്പം തന്നെ പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങാറ്. അന്ന് ഒരു കാറിലേക്കാണ് ഒരുമിച്ചാണ് പോവാറ്. ലൊക്കേഷനിൽ ഒന്ന് പാട്ട്, ഉണ്ണികളൊരു കഥ പറയാമെന്നുള്ള പാട്ടാണ് ഇടുക. അത് അന്ന് ഈ നാഗരയിൽ പ്ലേ ചെയ്തിട്ടാണ്. അന്ന് ലാപ്ടോപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ നാഗരയിൽ പ്ലേ ചെയ്ത് ഉറക്കം മൈക്കൊക്കെ വെച്ചിട്ട് ഉറക്ക പാട്ട് കേൾക്കുകയും ചെയ്യും. അപ്പോൾ ലാലിൻ്റെ ഒരു സജഷനായിരുന്നു, ഇവർ എല്ലാവരും കൂടി നമുക്കൊരു ഗെറ്റ് ടുഗദർ വെച്ചാൽ എന്താണ്. അത് മറക്കാൻ പറ്റാത്ത ഒരു കൂടിച്ചേരലായിരുന്നു. കാരണം ലാലും അത് തന്നെ പറഞ്ഞു. മോഹൻലാൽ പറഞ്ഞത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങൾക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവുക എന്നുള്ളത്, പിന്നെ കോമൺ സെൻസ് ഉണ്ടാവുക. ഈ 2 സാധനം ഉണ്ടെങ്കിലേ ഞാനയാൾ വെക്കുള്ളൂ. ബാക്കി നിങ്ങൾക്ക് എന്ത് എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഭയങ്കര ഭാവന ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ പടം ചെയ്യുമ്പോൾ കാണിച്ചുള്ളൂ. പക്ഷേ ഞാൻ നോക്കുന്നത് നിങ്ങൾക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട്. ഒരു ഡയറക്ടർ ആവണമെന്നുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ അവരൊന്നും പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ നിങ്ങൾ ഇങ്ങനെയാണ് ഷോട്ട് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ക്യാമറ ഇതാണ് മറ്റാണെന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, ഒബ്സർവ് ചെയ്തിട്ട് പഠിക്കുക. പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് രണ്ടാമത് ചെയ്യാൻ പറ്റുള്ളൂ. ക്ലബിൻ്റെ ഇപ്പോൾ ഈ റൈഫിൾ ക്ലബ് സമയത്ത് അതിൻ്റെ ഷൂട്ടിംഗ് മുതൽ ഇടക്കിടക്ക് അഷിക്ക് ഇങ്ങനെ ചില ടെൻഷൻസ് വരുമ്പോഴായിട്ട് വിളിച്ച് സംസാരിക്കും. ഈ ദിലീപൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സാറിന് ദേഷ്യം വരുന്നുണ്ട്. അവർക്കുള്ള സൈനാണത്. ഇവർ മുങ്ങിക്കളയും. പിന്നെ എൻ്റെ എന്താണ് നോട്ടത്തിൽ അവരുണ്ടാവില്ല, മുങ്ങിക്കളയും അവർ. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. നമസ്കാരം നമസ്കാരം നമസ്കാരം. വെൽക്കം ടു ദ കെന്ന ഷോ. ഇന്ന് എൻ്റെ ഷോയിലുള്ളത് ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. കാലം എത്ര കടന്നു പോയാലും ഒരുപാട് സിനിമകളും കഥാപാത്രങ്ങളും ഇപ്പോഴും നമ്മൾ മലയാളികളുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സോ അത്തരത്തിലുള്ള സിനിമകളുടെയും കഥാപാത്രങ്ങളുടെയും ഒരു ശില്പി തന്നെയാണ് നമ്മുടെ ഇവരെയും പ്രിയപ്പെട്ട കമൽ സാർ. നമസ്കാരം സാർ, വെൽക്കം ടു ദ കെന്ന ഷോ. ഒരുപാട് സന്തോഷമുണ്ട് സാറിനെ പോലെയുള്ള ഒരു ഗ്രേറ്റ് ലെജൻഡറിയുടെ മുന്നിൽ എനിക്ക് ഇൻ്റർവ്യൂ എടുക്കാൻ സാധിച്ചതിൽ. സോ ആദ്യം തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് രേഖാചിത്രം, അല്ലേ? അപ്പൊ അതിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ നമുക്ക് തുടക്കം കുറിക്കാം. അപ്പൊ രേഖാചിത്രം അതിന്റെ ഒരു ത്രെഡ് വന്നിരിക്കുന്നത് കാതോട് കാതോരം എന്ന മൂവിയുടെ ആ ഒരു ആസ്പദമാക്കിയാണ്. അപ്പൊ ഇത് വീണ്ടും സാറ് തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ആ കാതോട് കാതോരം അതിൽ സാർ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അപ്പൊ ആ ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു? ഒരുപാട് ഓർമ്മകളുണ്ട്. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭരതേട്ടൻ നമ്മളോടൊപ്പം ഇല്ല, ജോൺ പോൾ ഇല്ല, അവരുടെയൊക്കെ ഓർമ്മകൾ. പിന്നെ കാതോട് കാതോരം എനിക്ക് വളരെ സ്പെഷ്യലാണ്. കാരണം ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് അവസാനം വർക്ക് ചെയ്ത പടമാണ് കാതോട് കാതോരം. അതിനുശേഷം ഞാൻ ഡയറക്ടറായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഭരതേട്ടനായിട്ടുള്ള വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം, അതൊക്കെ വലിയൊരു സന്തോഷമുള്ളൊരു കാര്യമാണ്. മമ്മൂക്കയും ഞാനും ഒരുപാട് സിനിമകളിൽ ആ സമയത്ത് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. മമ്മൂക്ക സിനിമ തുടങ്ങിയ കാലം മുതൽ അദ്ദേഹമായിട്ടുള്ള ഒരു പരിചയമുണ്ട്, അടുപ്പമുണ്ട്. പിന്നെ ഞാൻ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് എനിക്ക് തോന്നുന്നു 85-ൽ തന്നെ 4 സിനിമ ഞാൻ മമ്മൂക്കയുടെ കൂടെ അസോസിയേറ്റ് വർക്ക് ചെയ്തെന്നുള്ളതാണ്, ഒരേ വർഷം തന്നെ. അതിന് മുമ്പുള്ള വർഷങ്ങളിൽ 83, 84-ലൊക്കെ തന്നെ കുറേ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു സിനിമ എന്നുള്ളൊരു സന്തോഷം ഇപ്പോഴും അത് ജനങ്ങൾ എല്ലാവരും ഓർത്തിരിക്കുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഔസേപ്പച്ചൻ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്ത ഒരു സിനിമയാണ്. അപ്പോൾ ഞാനും ഔസേപ്പച്ചനും തമ്മിലും ഇതേപോലെ വലിയ അടുപ്പമുണ്ട്. പിന്നീട് ഒരുപാട് സിനിമകൾ എൻ്റെ ഔസേപ്പച്ചൻ മ്യൂസിക് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതാണ് കാതോട് കാതോരത്തിൻ്റെത്. പിന്നെ അത് ഷൂട്ട് ചെയ്യുന്ന സമയത്തുണ്ടായ ഒരുപാട് ഓർമ്മകളുണ്ട്. അത് സിനിമയിലിപ്പോൾ രേഖാചിത്രത്തിൽ പറയുന്ന കുറേ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങൾ, ഇപ്പോൾ അതിനെ മേർഡർ മാത്രമാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടി മിസ് ചെയ്തു എന്നുള്ളത് മാത്രം ഫിക്ഷനാണ്. കാരണം അത് ഞാനൊക്കെ ആദ്യം കണ്ടപ്പോ ഇത് ഉണ്ടോ, ഞങ്ങൾ ആ ദേവദൂത ആ പാട്ടൊക്കെ എടുത്തു നോക്കി, ഈ സിസ്റ്റർ ആണോ, ആദ്യം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതിന് ഒറിജിനൽ ആണോ എന്നൊക്കെ ഉള്ള രീതിയിൽ. അത് ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഡയറക്ടറോട് ചോദിച്ചപ്പോൾ ലിസിയുടെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന പെൺകുട്ടിയാണ് അവർ ഉദ്ദേശിച്ചത്. 2 പെൺകുട്ടികൾ കന്യാസ്ത്രീകളുടെ വേഷത്തിൽ നിൽക്കുന്നുണ്ടല്ലോ, അതിലൊരു പെൺകുട്ടിയാണ് അവർ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. സത്യത്തിൽ ആ പെൺകുട്ടികളുടെ മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഷൂട്ടിംഗ് സമയത്ത് അവർ വന്നതും പാവം കുട്ടികളാണ്. എനിക്ക് തോന്നുന്നത് എറണാകുളത്ത് നിന്നൊക്കെ വന്നാണ് തോന്നുന്നത്. അവർ ഈ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിക്കുന്ന കുട്ടികളാണ്.
അപ്പോൾ 2-3 ദിവസം അവർ ലൊക്കേഷനിലുണ്ടായിരുന്നു. സോങ് 3 ദിവസമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ പലരും ഫോൺ ചെയ്തിട്ട് പടം റിലീസ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ഈ പെൺകുട്ടി ഒരു ദിവസം കഴിഞ്ഞിട്ട് പിന്നെ കാണണ്ടായോ, അത് ശരിയാണോ, അങ്ങനെ ഇതിന് പ്രശ്നമുണ്ടായോ, നിങ്ങളുടെ ലൊക്കേഷനിൽ പ്രശ്നമുണ്ടായോ എന്നൊക്കെയാണ് ചോദിച്ചത്. അപ്പോൾ മർഡർ നടന്നോന്ന് ഇപ്പോഴാണല്ലോ സിനിമ വരുമ്പോഴല്ലോ പറയണത്, ഇങ്ങനെ പെൺകുട്ടി ഉണ്ടെങ്കിൽ തന്നെ. ഞാൻ പറഞ്ഞ അങ്ങനെ മിസ്സായിട്ടില്ല, മർഡറും നടന്നിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. ആ സ്ത്രീ എവിടെയെങ്കിലും പോയി ജീവിച്ചിരിപ്പുണ്ടാവും, നമുക്കറിയില്ല. നിങ്ങളൊക്കെ ചാനലരൊക്കെ അവരെ കണ്ടെത്ത് ആരാണെന്നുള്ളത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അല്ല, ഞാൻ ഈ പടം കണ്ടോണ്ടിരുന്നപ്പോ തിയേറ്ററിൽ ഇന്റർവെൽ ആകാൻ വേണ്ടി കാത്തിരിക്കും എല്ലാരും യൂട്യൂബില് ക്യൂരിയോസിറ്റിയോടെ ഇനി ഏതാണ് 3rd പൊസിഷനിൽ നിൽക്കുന്നത്. ലിസി മാമിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു സിസ്റ്റർ ആണെന്ന് അറിയാം. അപ്പം ആ സമയത്തൊക്കെ നമ്മൾ വിചാരിക്കുന്നത് ഒറിജിനൽ ആയിരിക്കും. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി ഭയങ്കര, എല്ലാരും അത് തന്നെയായിരുന്നു സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പൊ സാറിനും ഒരുപാട് കോൾസും കാര്യങ്ങളും വന്നു. എനിക്ക് ആ പടം വന്നിട്ട് പലരും പല സ്ഥലത്തുനിന്ന് വിളിച്ചു ചോദിച്ചു. കാരണം ആ പ്രസന്റ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ ഞാനും മമ്മൂട്ടിയൊക്കെ തന്നെയാണല്ലോ ഇപ്പോഴുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ പലരും ഇതിന്റെ ഒരു സ്റ്റോറി, ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞ രേഖാചിത്രം തുടങ്ങാനായിട്ട് അവർ ആലോചിക്കുന്നത് 3 വർഷം മുമ്പാണ്. അതിൻ്റെ ഡയറക്ടർ ജോഫിനും കഥാകൃത്തും എൻ്റെ അടുത്ത് വരുന്നത്. ആദ്യം ജോൺ പോൾ ഫോൺ ചെയ്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ 2 കുട്ടികൾ വരുന്നുണ്ട്, അവർ ഈ കാതോട് കാതോടായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ആലോചിക്കുന്നത്, കമലിൻ്റെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് അവർ വരുന്നതെന്ന് പറഞ്ഞു. കാരണം ജോൺ പോൾ റൈറ്ററാണെങ്കിലും ലൊക്കേഷനിൽ അധികം ഉണ്ടായിട്ടില്ല. അപ്പോൾ ലൊക്കേഷനിൽ ഫുള്ളായിട്ടുണ്ടായിരുന്നത് ഞാനാണല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്നു. അപ്പോൾ അവർ എൻ്റെ അടുത്ത് ആ കഥയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു പെൺകുട്ടി മിസ്സാവുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ എന്തൊക്കെയാണ് നടന്നു വരുന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചോദിച്ചു. പിന്നെ എവിടെ ഷൂട്ട് ചെയ്തു, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഇങ്ങനെ അത് മമ്മൂട്ടിയുടെ അപ്പിയറൻസ്, മമ്മൂട്ടിയാണ് അതിൻ്റെ ഡിസ്കഷൻ അവർ ഭരതേട്ടനായിട്ട് പറഞ്ഞു, കമലിൻ്റെ മുടിവാരിയുള്ള മുടി മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഡയലോഗ് പിന്നെ അവർ പിള്ളേർ ആ പടത്തിൽ കയറ്റിയിട്ടുണ്ട്, എന്നെ കൊണ്ട് തന്നെ പറയിച്ചത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അങ്ങനെ അവർ ആ കഥയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴെനിക്ക് അറിയില്ല, കാരണം ആസിഫ് അലി ആ പടത്തിലുണ്ടെന്നോ അല്ലെങ്കിൽ ആസിഫ് അലി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന അല്ലെങ്കിൽ ഓഫീസറായിട്ടാണ് അതിൽ വരുന്നതെന്നൊന്നും എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ലോ. മർഡർ നടക്കുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സിനിമയുടെ പശ്ചാത്തലം നടക്കുന്നു എന്നുള്ളത്. അപ്പം നമ്മളൊക്കെ വിചാരിക്കാന്ന് വെച്ചാൽ സിനിമയുടെ പശ്ചാത്തലത്തിൽ മർഡർ നടക്കുക അല്ലെങ്കിൽ മിസ്സിംഗ് ആയിട്ടുള്ള സിനിമകൾ മുമ്പും മലയാളത്തിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രേം നസീറിനെ കാണുവാനില്ല എന്ന് പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ട്, ലെനിൻ രാജേന്ദ്രൻ ഡയറക്റ്റ് ചെയ്തിട്ട്. പ്രേം നസീർ തന്നെയാണ് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, അങ്ങനെ ഒരു സിനിമ വന്നിട്ടുണ്ട്, വളരെ നല്ല സിനിമയാണ്. ഒരു ദിവസം ലൊക്കേഷനിൽ പ്രേം നസീറിൻ്റെ ഷൂട്ടിങ്ങിന് വന്ന, അദ്ദേഹം വലിയ സൂപ്പർ സ്റ്റാർ ആണല്ലോ, അദ്ദേഹം ലൊക്കേഷനിൽ വന്നിട്ട് അദ്ദേഹത്തെ പിറ്റേ ദിവസം ഷൂട്ടിങ് നടക്കുമ്പോൾ കാണാണ്ടാവുന്നതാണ് ആ സിനിമയുടെ ഒരു കഥ. അത് പിന്നെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ടൊക്കെ അങ്ങനത്തെ സംഭവങ്ങളാണ്. പക്ഷെ അന്നും അത് വന്നിട്ടുണ്ട്. അതുപോലെയുള്ള ഇങ്ങനെ ലൊക്കേഷനിൽ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ലൊക്കേഷനിൽ മർഡർ കിടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ സിനിമയിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഇവർ അവതരിപ്പിച്ചതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഞാൻ അവർ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോഴും എനിക്ക് അങ്ങനെ വലിയ പ്രത്യേകത ഒന്നും തോന്നിയില്ല. കാരണം എങ്ങനെയായിരിക്കും അവതരിപ്പിക്കാൻ പോകണമെന്ന് അറിയില്ല. പിന്നീട് എന്നോട് അവർ അഭിനയിക്കണമെന്ന് പറഞ്ഞു, ഞാൻ തന്നെ കേട്ടോ. അപ്പോൾ പറഞ്ഞ ആ കാലത്ത് എൻ്റെ ചെറുപ്പം കാണിക്കുന്നുണ്ട്, അതെൻ്റെ മകൻ തന്നെയാണ് അഭിനയിച്ചത്, ജനൂസ് മുഹമ്മദ്. എൻ്റെ മകൻ തന്നെ അഭിനയിച്ചത്. അപ്പോൾ പിന്നെ അഭിനയിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് നമുക്ക് ക്യാമറയുടെ മുമ്പിൽ എന്ന് പരിചയമില്ലല്ലോ, ക്യാമറയുടെ പുറകിൽ എന്നിട്ടല്ലേ പരിചയമുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു സംഭവമൊക്കെ ആയതുകൊണ്ട് ഞാനത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എനിക്കറിയില്ലായിരുന്നു, കാരണം ഇത്രയും അവർ റെഫർ ചെയ്തിട്ട് അന്നത്തെ കാലത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എടുത്തിരിക്കുന്നുള്ളൂ. ഇപ്പോൾ അന്നത്തെ ആ നാനയുടെ ഇതുകൾ, ആ കാലം പെർഫെക്റ്റ് ആക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു നമ്മൾ മുത്താരംകുന്ന് പിയുമായിട്ട് അവരതിൻ്റെ ക്ലൈമാക്സ് ഒക്കെ ആയിട്ട് ലിങ്ക് ചെയ്തത്. അപ്പോൾ ആ ടൈമിങ് കറക്റ്റാണ്. കാരണം ഇവർ നമ്മൾ കാതോട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മുത്താരംകുന്ന് റിലീസ് ചെയ്യാൻ പോണ ഷൂട്ടിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരേ കാലത്ത് തന്നെയാണ് അതൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ കഥാപാത്രങ്ങൾ, ഇപ്പോൾ പള്ളാശ്ശേരി എന്ന് പറയുന്ന നാനയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് അദ്ദേഹം ഇപ്പോഴും ഉണ്ട്, നമുക്കറിയാലോ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരെ കൃത്യമായിട്ട് അവിടുത്തെ അന്ന് ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളർ പോലും ശരിക്കും പറഞ്ഞാൽ ഏകദേശം അതേപോലെയുള്ള ആൾക്കാരൊക്കെ തന്നെ. അപ്പോൾ അതവർ നല്ല റിസർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ കഥയിൽ കൃത്യമായിട്ട് ബ്ലെൻഡ് ചെയ്യിച്ചു എന്നുള്ളതാണ് ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തന്നെ പറയുന്ന പോലെ ഒരു ആൾട്ടർനേറ്റീവ് ഹിസ്റ്ററിയുടെ ഒരു സിനിമ വരുമ്പോൾ അതിൽ ഇത്രമാത്രം കറക്റ്റായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ മലയാളത്തിൽ സിനിമകൾ കണ്ടിട്ടില്ല. ഹോളിവുഡിലേക്ക് നമ്മൾ പല സിനിമകളും കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ആദ്യമായിട്ടാണ്. അതെനിക്ക് നന്നായിട്ട് തോന്നി. ഇപ്പൊ ഈ ഒരു കുട്ടി ഈ ഒരു ശരിക്കും പിറ്റേ ദിവസത്തെ ആ ഷൂട്ടില് ഇങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ആ കുട്ടി ഉണ്ടായിരുന്നില്ലേ, അങ്ങനെ വരാൻ സാധിച്ചു, അങ്ങനെ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ? അതും ഫിക്ഷൻ ആണോ? അല്ല, ആ കുട്ടി 3 ദിവസം അഭിനയിച്ചിരുന്നു. എൻ്റെ ഓർമ്മ, എനിക്ക് കൃത്യമായിട്ട് 3 ദിവസമാണെന്ന് ഓർമ്മയില്ല, പക്ഷെ 3 ദിവസം അഭിനയിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നീട് വേറെ എവിടെയെങ്കിലും അഭിനയിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, വേറെ ഏതെങ്കിലും സീനിൽ വന്നു പോയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. കാരണം ജൂനിയർ ആർട്ടിസ്റ്റുകൾ കുറേ പേര് വരുമല്ലോ.
അപ്പം എനിക്ക് ആ കുട്ടിയുടെ പേരറിയില്ല, ഇപ്പോഴും അറിയില്ല. ഇവർ രേഖ എന്നുള്ള ഇവരുടെ പടത്തിലെ പേരാണല്ലോ. അവരുടെ പേര് നമുക്കറിയില്ല, കാരണം കൊല്ലം 40 വർഷം മുമ്പല്ലേ, എത്രയോ സിനിമകൾ അതിന് ശേഷം നമ്മൾ വർക്ക് ചെയ്തു. അപ്പോൾ പക്ഷെ ആ ഇൻസിഡൻസും ആ ഷൂട്ടൊക്കെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ദേവദൂതർ പാടി എന്നുള്ള പാട്ട് തന്നെയാണ്. കാരണം അതിൻ്റെ റെക്കോർഡിങ്ങിന് ഞാനുണ്ടായിരുന്നു. ഔസേപ്പച്ചൻ അതിൻ്റെ കമ്പോസ് ചെയ്യുമ്പോഴും പിന്നീട് ആ പാട്ട് പല പ്രാവശ്യം ഔസേപ്പച്ചൻ എൻ്റെ അടുത്ത് പാടി കേൾപ്പിച്ചിട്ടുണ്ട് റെക്കോർഡിങ്ങിന് മുമ്പ്. ആദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ, റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കുറച്ചൊരു പള്ളിപ്പാട്ടിൻ്റെ സ്വഭാവം ഉണ്ടെന്നൊക്കെ ഒരു വെസ്റ്റേൺ സംഭവങ്ങൾ കുറച്ച് കുറവായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പിന്നെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭരതേട്ടൻ തന്നെ ഔസേപ്പച്ചൻ്റെ അടുത്ത് പറയണം, നമുക്ക് കുറച്ചുകൂടി ഒരു ഇതുകളൊക്കെ ഓർക്കസ്ട്രേഷൻ കുറച്ചും കൂടി ഒരു പൊലിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഓർക്കസ്ട്രേഷൻ ചെയ്തു. അതൊക്കെ നമ്മുടെ മനസ്സിലുള്ളതാണ്. പിന്നെ കാതോട് കാതോട് എന്നുള്ള പാട്ട്, അത് ലതികയാണ് പാടിയത്. അത് ലതികയുടെ ഒരു ലൈഫിൽ തന്നെ ഏറ്റവും മികച്ച പാട്ടായിട്ട് അത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നീയൻ സർഗ സൗന്ദര്യമേ എന്നുള്ള പാട്ട്. അപ്പോൾ അങ്ങനെ പാട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ ഈ ദേവദൂതർ പാടി എന്നുള്ള പാട്ട് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ കുറേ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചെറിയ കുട്ടികൾ. ആ ചെറിയ കുട്ടികളൊന്നും എവിടെ ഉള്ളായിരുന്നു അറിയില്ല, ഇങ്ങനെ ഏതോ കോൺവെൻറ്റിലെ കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഈ രാത്രിയാണല്ലോ ഷൂട്ടിങ്. രാത്രി ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾക്ക് ഭയങ്കര പ്രശ്നമുള്ളൂ. ഈ കുട്ടികളെ നമ്മൾ മേയിച്ചടക്കാന്ന് പറയുന്നതൊക്കെ, ആ സംഭവങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പിന്നെ അതിൽ മാസ്റ്റർ പ്രക്ഷോഭാണ് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ച ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട്, സരിതയുടെ മകനായിട്ട് അഭിനയിക്കുന്നത്. അവൻ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാലോ. ആൾക്കൂട്ടത്തനി, അങ്ങനെ കുറേ സിനിമകളിൽ അഭിനയിച്ചു. എൻ്റെ ഉണ്ണികളൊരു കഥ പറയാൻ വേണ്ടി അഭിനയിച്ചിട്ടുള്ളതാണ് പ്രക്ഷോഭ്. അപ്പോൾ പ്രക്ഷോഭ് വലിയ ആളായി വളർന്ന് ഞങ്ങളുടെ ഈ റീയൂണിയൻ ഉണ്ടായിരുന്നു. മോഹൻലാൽ തന്നെ ഇനിഷ്യേറ്റ് ചെയ്തിട്ടാണ് ഉണ്ണികളയിലെ 37 വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത പടത്തിൻ്റെ കാർത്തിക ഉണ്ടായിരുന്നു, മോഹൻലാൽ കുട്ടികളെല്ലാവരും ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഓർമ്മകൾ കാതോട് കാതോടായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് ഓർക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആദ്യം ശരിക്കും കാതോട് കാതോരത്തിൻ്റെ കഥ എന്ന് പറയുന്നത് വേറൊരു കഥയായിരുന്നു. മമ്മൂക്കായുടെ ഡേറ്റും സരിതയുടെ ഡേറ്റും ഉണ്ടായിരുന്നു. വേറൊരു സബ്ജക്റ്റ് വർക്ക് ചെയ്തിട്ട് ജോൺ പോളും ഭരതേട്ടനും ഇരുന്നിട്ട് അത് സെക്കൻഡ് ഹാഫ് ആയി കഴിഞ്ഞപ്പോൾ അതങ്ങോട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഭരതേട്ടന് തോന്നി. അപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, മമ്മൂട്ടിയുടെ ഡേറ്റും ഉണ്ട്. അപ്പോൾ മമ്മൂട്ടി അപ്പോൾ നല്ല തിരക്കുള്ള ഇത് തന്നെയല്ലേ. അപ്പോൾ മമ്മൂക്കായുടെ ഡേറ്റ് ഇതാവും. പിന്നെ പെട്ടെന്ന് അപ്പോൾ 7 ആർട്സിൻ്റെ ആദ്യത്തെ സിനിമയാണ് 7 ആർട്സ് എന്നുള്ള ബാനർ. അപ്പോൾ വിജയകുമാർ ഇതിന്, അപ്പോൾ അതേ സമയത്ത് തന്നെ വിജയകുമാർ പഞ്ചാഗ്നി, ഹരിഹരൻ്റെ പഞ്ചാഗ്നി ഷൂട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നഗക്ഷതകൾ, ഇതൊക്കെ വിജയകുമാർ ചെയ്യണതിൻ്റെ കൂട്ടത്തിലാണ്. അപ്പോൾ അല്ലെങ്കിൽ പ്രോജക്റ്റ് ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഭരതേട്ടൻ പറഞ്ഞില്ല, നമുക്കൊന്നും കൂടി നോക്കാം, വേറെ ഏതെങ്കിലും സബ്ജക്റ്റ് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ട് ഭരതേട്ടനും ജോൺ പോളും കൂടിയും 2 ദിവസം കൊണ്ട് ഇരുന്ന് ഉണ്ടാക്കിയതാണ് ഈ കാതോട് കാതോരത്തിൻ്റെ കഥ. ഈ 2 ദിവസം അവർ ഇരുന്നിരുന്നു. അതിനുശേഷം എന്നെ വിളിക്കുന്നത്, ജോൺ പോൾ വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമ്മൾ അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട് ഒരാഴ്ച ഉള്ളൂ, ഷൂട്ടിംഗ് തുടങ്ങാണ്ട് എഴുതിയിട്ടില്ല, ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജോൺ പോളിൻ്റെ കൂടെ ഫുള്ളായിട്ട് ഇരിക്കേണ്ടായിരുന്നു. അപ്പോൾ ജോൺ പോൾ പലപ്പോഴും സീനൊക്കെ എഴുതി ചെയ്തിരുന്നു, ലൊക്കേഷനിലേക്ക് കൊടുത്തയച്ചിട്ടൊക്കെയാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതും ഒരു ഓർമ്മ തന്നെയാണ്. ജോൺ പോളുമായിട്ടും ഭരതേട്ടനായിട്ടുള്ളൊരു ഓർമ്മകളാണ് ഏറ്റവും പ്രധാനമായിട്ട് ആ സിനിമയായിട്ട് എനിക്ക് ഓർക്കാനുള്ളത്. ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം നിരവധി സെറ്റിലെ ആൾക്കാർ വരാതിരിക്കുകയും അല്ലെങ്കിൽ എന്തെങ്കിലും, സാറിൻ്റെ തന്നെ ഒരു മൂവിയിൽ ഒരു വലിയൊരു നടൻ കുറച്ച് ദിവസം ഷൂട്ട് ചെയ്തിട്ട് പെട്ടെന്ന് സാറിനോട് തന്നെ പറയാണ്ട് പോയ ഒരു ഇൻസിഡന്റ് സാർ ഒരു ഇന്റർവ്യൂവിൽ പങ്കുവെക്കുകയുണ്ടായി. സോ അതിപ്പോഴും ഓർക്കുമ്പോൾ എങ്ങനെ ആ ഒരു ടെൻഷനിൽ നിന്നൊക്കെ ഓവർകം ചെയ്തത്? അത് ശരിക്കും പറയുകയാണെങ്കിൽ ഭയങ്കര നിർഭാഗ്യമാണെന്ന് എനിക്ക് പറയാനുള്ളത്. വെച്ചാൽ ആ ഇൻസിഡൻ്റ് അല്ല, പിന്നീട് ഇപ്പോൾ അത് ഓർക്കുമ്പോൾ, കാരണം ആ നടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എനിക്ക് പേര് പറഞ്ഞോട് കുഴപ്പമില്ല, കാരണം ഞാൻ അതിനു മുമ്പും വേറെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മുരളിയായിരുന്നു അത്. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അദ്ദേഹം അത് ന്യായീകരിച്ചിട്ടുമില്ല, ഞാനത് ചോദിച്ചിട്ടുമില്ല പിന്നീട്, നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഒരു സിനിമയുടെ സെറ്റിൽ ഒരിക്കലും ആരും ചെയ്യാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു എന്നാണ് പേഴ്സണലായിട്ട് എനിക്ക് പറയാനുള്ളത്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തോട് ഒരു വിഷമവും ഇല്ല. അന്നും ഉണ്ടായിരുന്നില്ല, ഞങ്ങൾ പിന്നെ അതിന് ശേഷവും പടം ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അത് തീരും, അത് സിനിമയുടെ പാട്ടാണ്. പക്ഷെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ മുരളിയും വേണിച്ചേട്ടൻ, നെടുമുടി വേണു തമ്മിലുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് എടുത്തുകൊണ്ടിരിക്കും. ചെളിയിൽ കിടന്നിട്ട് ഈ ഫൈറ്റ് ചെയ്യണം, അതിൻ്റെ ക്ലൈമാക്സിന് തൊട്ടുമുമ്പുള്ള ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ചവരെ ഷൂട്ട് ചെയ്തു. അല്ലല്ല, ചമ്പക്കുളം തച്ചൻ, ചമ്പക്കുളം തച്ചനാണ്. അപ്പോൾ അതിൻ്റെ ഫൈറ്റ് ചെളിയിൽ കിടന്നിട്ടാണ്, പാടത്തെ ചെളിയിൽ കിടന്നിട്ടുള്ള ഫൈറ്റിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് ബ്രേക്ക് ചെയ്ത സമയത്ത് നാച്ചുറലി ആ ചെളിയായിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെടുമുടി തന്നെയാണ്, വേണിച്ചേട്ടൻ്റെ. അപ്പോൾ അവിടെ നിന്ന് ഹോട്ടലിലേക്ക്, ആലപ്പുഴ ഹോട്ടലിലേക്ക് ഒരു 10-12 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ വേണിച്ചേട്ടൻ പറഞ്ഞ് കുഴപ്പമില്ല, ഞാൻ ഇവിടെ നിന്ന് തന്നെ ബക്കറ്റിൽ വെള്ളം കൊണ്ട് കഴുകിയിരുന്നു. അപ്പോൾ മുരളി പറഞ്ഞില്ല, എനിക്കൊന്ന് കുളിച്ചിട്ട് വരണം, വായുടെ അകത്തൊക്കെ ചെളി പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഹോട്ടലിലേക്ക് പോകുന്ന പറഞ്ഞപ്പോൾ രണ്ടുപേരും ഹോട്ടലിൽ പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഷൂട്ടിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ഇവർ വരുന്നില്ല. ഞങ്ങൾ കുറച്ച് നേരം വിചാരിച്ചു, കാരണം അവർ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവുമെന്ന് വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ഒരു 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കൺട്രോളർ വന്നിട്ട് പറയും, മുരളി റൂമിലില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ അന്വേഷിക്കാൻ പറഞ്ഞ് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ അന്ന് മൊബൈൽ ഫോണൊന്നും ഇല്ല അങ്ങനെ. അതുകൊണ്ട് അന്വേഷിച്ച് പിന്നെ ഹോട്ടലിലൊക്കെ വിളിച്ചു കഴിഞ്ഞപ്പോൾ മുരളി പെട്ടെന്ന് ഹോട്ടലിൽ നിന്ന് ഒരു കാറ് വന്നിട്ട് കയറിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങോട്ട് പോയിന്ന് അറിയില്ല. പിന്നെ അന്വേഷിച്ച് വന്നപ്പോഴാണ് പുള്ളി ഫ്ലൈറ്റിൽ കയറിയിട്ട് ചെന്നൈക്ക് പോയി. ഒരു പടത്തിൻ്റെ ഡബ്ബിങ്ങിന് പോയതാണ്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഡബ്ബിങ് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിടുമായിരുന്നു. എന്നോടൊരു 3 ദിവസം മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഡബ്ബിങ്ങിന് പെട്ടെന്ന് പോകണമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞിപ്പോൾ ക്ലൈമാക്സ് സീക്വൻസ് പിന്നെ മധുസാറിന് പോകണം, മധുസാറിൻ്റെ വേറെ എന്തോ ഒരു പേഴ്സണൽ കാര്യമായിട്ട് ഒരു യാത്രയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മധുസാറിൻ്റെ കോമ്പിനേഷൻ തീർത്തിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചില്ല പോകുന്നു. പക്ഷെ ശ്രീനിവാസൻ്റെ അടുത്ത് പുള്ളി ഉച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് പോയില്ലെങ്കിൽ ഭയങ്കര പ്രഷറുണ്ട് അവിടെ നിന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് പോയി കഴിഞ്ഞപ്പോഴേ ശ്രീനി അറിയണത് പോയി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പോട്ട് അത് ഒരു റോട്ടിൽ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് ഇറങ്ങുന്ന ഒരു പാടത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പിന്നീട് ആ സ്ഥലത്തിൻ്റെ പേര് മുരളി മുങ്ങിയെന്നായി എന്നുള്ളതാണ്. അത് ദിലീപാണ് ആ പേരിട്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയാണ് ദിലീപാണ്. കാരണം ദിലീപും ലാൽ ജോസും ഒക്കെ എൻ്റെ അസിസ്റ്റൻ്റാണ് ആ പടത്തിൽ അസിസ്റ്റൻ്റ്. അപ്പോൾ ദിലീപ് ആ സ്ഥലമില്ലേ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മുരളി മുങ്ങിയ സ്ഥലമില്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ആ പടം കഴിഞ്ഞിട്ട് അവിടെ ഏത് പടം ഷൂട്ട് ചെയ്യണമെങ്കിലും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ആ മുരളി മുങ്ങിയുടെ ഇതില്ലേ ആ ജംഗ്ഷനില്ലേ അവിടെ നിന്ന് നേരപ്പോ അങ്ങനെ സിനിമാക്കാരുടെ ഇടയിൽ നിന്ന് ആ സ്ഥലത്തിന് അങ്ങനെ ഒരു പേര് വന്നു. പിന്നീട് അത് കോമഡിയായി മാറുകയും ചെയ്തു. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തമ്മിൽ ചെറിയ ഫ്രിക്ഷൻ ഉണ്ടായി, ഞാനും മുരളിയും കൂടി തമ്മിൽ. എന്ന് വെച്ചാൽ ഞാൻ 2 ദിവസം മിണ്ടാതൊക്കെ ഇരുന്നു. വലിയ പ്രശ്നമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുള്ളിയുടെ ആക്ഷനൊന്നും പറയില്ല, ഞാൻ എൻ്റെ അസോസിയേറ്റോടെ ആക്ഷൻ പറഞ്ഞ അസോസിയേറ്റിനെ കൊണ്ട് പറയിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ പകരം വീട്ടിൽ അങ്ങനെയാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ ബാക്കിൽ കൂടി വന്നിട്ടെങ്കിൽ ഹഗ് ചെയ്തിട്ട് പറഞ്ഞു എന്നെ വേണമെങ്കിൽ 2 തല്ല് തല്ലിക്കും, ആൾക്കാരുടെ മുമ്പിൽ വെച്ച് തല്ലിക്കും, എന്നാലും ഇങ്ങനെ ചെയ്യരുത്, എന്നോട് ആക്ഷൻ പറഞ്ഞില്ല എനിക്ക് അഭിനയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നോട് എൻ്റെ ആക്ഷൻ മൈൻഡ് ചെയ്യാണ്ട് നിങ്ങൾ പോയതല്ലേ, അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ എന്തിനാ ആക്ഷൻ പറയണം, എൻ്റെ അസിസ്റ്റൻ്റ് ആക്ഷൻ പറയും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് പിന്നീട് വലിയ സൗഹൃദമായി. ഞാൻ പറയുന്നത് ഇതൊക്കെ സിനിമയിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്. പക്ഷേ ഈ രേഖാചിത്രത്തിൽ അങ്ങനെയല്ലല്ലോ, കുട്ടിയെ കാണാണ്ടാവണം. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ സിനിമയിൽ ഇത് വളരെ സർവ്വസാധാരണമാണെന്ന് എനിക്ക് തോന്നുന്നു. ആർട്ടിസ്റ്റ് പെട്ടെന്ന് മുങ്ങിക്കളയുക നമ്മൾ തന്നെ ഇതിലൊക്കെ കാണുന്നതല്ലേ പല ആർട്ടിസ്റ്റുകളും. ഇപ്പൊ പിന്നെ പലതരത്തിലുള്ള ആൾക്കാര് മുങ്ങണത് നമ്മൾ സ്ഥിരം വാർത്ത ചെയ്തുകൊണ്ട് വാർത്തയല്ല ഉണ്ടായിട്ടുണ്ട്. അന്നത് വലിയ വാർത്തയാണ്, കാരണം അങ്ങനെ ആരും ചെയ്യാറില്ല. ഈ സാറിന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ പ്രഷർ അല്ലെങ്കിൽ ഇങ്ങനെ ടെൻഷൻ എങ്ങനെയാണ് സാറിന്റെ ആ ഒരു പ്രഷർ സെറ്റിൽ എങ്ങനെയായിരിക്കും പ്രകടിപ്പിക്കുന്നത്? ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഞാൻ സൈലന്റേ അല്ല, ഞാൻ ഭയങ്കര ചൂടനാ. ഞാനത് എനിക്ക് എന്താ പറയുക സെറ്റിൽ വെച്ചാൽ എനിക്ക് വ്യക്തിപരമായിട്ട് ആരോടും ഒരു വൈരാഗ്യമൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ സെറ്റിൽ എന്താ പറയുക നമ്മൾ മലയാള ഭാഷ പറഞ്ഞ അനാസ്ഥ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സൊക്കെ ഞാൻ അവരോട് ആദ്യം പറയുന്നുണ്ട്, നിങ്ങളുടെ 2 കാര്യങ്ങളെ ഞാൻ നോക്കാറുള്ളൂ. ഒരാളെ ഞാൻ അസിസ്റ്റൻ്റായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവുക എന്നുള്ളത്, പിന്നെ കോമൺ സെൻസ് ഉണ്ടാവുക. ഈ 2 സാധനം ഉണ്ടെങ്കിലേ ഞാൻ അയാൾ വെക്കുള്ളൂ. ബാക്കി നിങ്ങൾക്ക് എന്ത് എഡ്യൂക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ഭയങ്കര ഭാവന ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ പടം ചെയ്യുമ്പോൾ കാണിച്ചുള്ളൂ. പക്ഷേ ഞാൻ നോക്കുന്നത് നിങ്ങൾക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട്. ഒരു ഡയറക്ടർ ആവണമെന്നുണ്ടെങ്കിൽ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ അതില്ലാണ്ട് പിന്നെ അതുപോലെ തന്നെ കോമൺ സെൻസ് ഇല്ലാണ്ട് ഒരു മണ്ടത്തരങ്ങൾ കളിക്കുമ്പോൾ ഞാൻ വഴക്ക് പറയാറുണ്ട്. ഇതാണ് വഴക്ക് പറയുന്നത്. പക്ഷേ എനിക്ക് ദേഷ്യം വരുന്നത് അതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാ അസിസ്റ്റൻസിനും ആദ്യം മുതലേ എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഈ മുടി പിടിച്ച് വലിക്കും. ഞാനിങ്ങനെ ഇരുന്നിട്ട് മുടി പിടിച്ച് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ദിലീപൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, സാറിന് ദേഷ്യം വരുന്നുണ്ട്. അവർക്കുള്ള സൈനാണത്. ഇവർ മുങ്ങിക്കളയും. പിന്നെ എൻ്റെ എന്താണ് നോട്ടത്തിൽ അവരുണ്ടാവില്ല, മുങ്ങിക്കളയും അവർ. അപ്പോൾ അതും സെറ്റിൽ ഇങ്ങനെ തമാശയായിട്ട്. പിന്നെ ഒരു സിനിമ ഷൂട്ടിങ് കഴിയുമ്പോഴേ ഏറ്റവും വലിയൊരു തമാശ ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അന്ന് നല്ലൊരു ടീം ഉണ്ടായിരുന്നു എൻ്റെ കൂടെ, ക്രൂവുമായിട്ടും പിന്നെ അസിസ്റ്റൻസൊക്കെ ആയിട്ട്. ലാസ്റ്റ് ഡേ ഷൂട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നൊക്കെയാണല്ലോ നമ്മൾ ഈ എന്താണ് പാക്കപ്പ് പാർട്ടി എന്നൊക്കെ പറയും. അന്ന് പാക്കപ്പ് പാർട്ടി ഉണ്ടാവില്ല, ലൊക്കേഷനിൽ തന്നെ എല്ലാവരും ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ദിലീപിൻ്റെയും പിന്നെ ഒരു കുഞ്ഞുമൊമ്മ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിക്കാന്ന് ഇവരെല്ലാവരും പറയുന്നത്, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, മരിച്ചു പോയി. ചില സിനിമകളിൽ ചെറിയൊരു വേഷങ്ങൾ അഭിനയിച്ചാൽ എൻ്റെ പടത്തിൻ്റെ എല്ലാത്തിൻ്റെയും ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളി നന്നായിട്ട് കോമഡിയൊക്കെ കാണിക്കും, മിമിക് ചെയ്ത് കാണിക്കും. അപ്പോൾ ദിലീപും ഇദ്ദേഹത്തോട് ചേർന്നിട്ട് സെറ്റിൽ ഞാൻ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട് അത് അവർ കംപ്ലീറ്റ് കാണിക്കും മറ്റുള്ളവർ കാണിച്ചതൊക്കെ. അപ്പോഴാണ് ഞാൻ കുറേ കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. അങ്ങനെ ഒരുപാട് കോമഡി സിറ്റുവേഷൻസ് ദിലീപ് അറിയാലോ, ദിലീപ് അങ്ങനെ ഉണ്ടാക്കും. ദിലീപ് വർക്ക് ചെയ്യുന്ന കാലത്ത് അത് നല്ല ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന ജനറേഷനിലുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്തവരും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു, എന്നെ ഇമിറ്റേറ്റ് ചെയ്തൊക്കെ കാണിക്കുമായിരുന്നു. അങ്ങനത്തെ അല്ലാതെ ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ആർട്ടിസ്റ്റിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ബാക്കി ടെക്നീഷ്യൻസിൻ്റെ അടുത്തൊന്നും അങ്ങനെ ദേഷ്യം വരാറില്ല. ഞാൻ കൂടുതലും പറയാറ് എൻ്റെ അസിസ്റ്റൻസിന് തന്നെയാണ്. അത് ആ ഒരു സ്വാതന്ത്ര്യം ഞാൻ അവരുടെ അടുത്ത് പറയാറുമുണ്ട്. ഞാൻ എടുക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൂടെ വെക്കാറ്.
പക്ഷെ പൊതുവെ എന്നെ പറ്റിയിട്ട് പറയുന്നത് ഞാൻ ചൂടനാണെന്നുള്ളതാണ്. അല്ലാണ്ട് എൻ്റെ കൂടെ നമ്മുടെ സമകാലീന ആയിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ ക്വയറ്റായിട്ടിരിക്കുമ്പോൾ ഞാൻ നേരെ തിരിച്ചാണെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല. ഭരതേട്ടനും അങ്ങനെ തന്നെയായിരുന്നു. ഭരതേട്ടനല്ല, ഒരു കുറെ ആൾക്കാർ അങ്ങനെ തന്നെ ഉണ്ട്, ഭയങ്കര ചൂടന്മാരായിരുന്നു. ഇപ്പൊ ഭദ്രൻ ഭയങ്കര ചൂടാണ് കേട്ടിട്ടുണ്ട്. ഡയറക്ടർ മോഹൻ ഭയങ്കര ചൂട്, മരിച്ചുപോയാണ്. അങ്ങനെ കുറെ പേര് നല്ല ചൂട്. പക്ഷെ ജോഷി, സത്യനന്ദിക്കാട്, സിബിയൊക്കെ വളരെ ക്വയറ്റായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് ലൊക്കേഷനിൽ. ബാക്കി കുറെ ആൾക്കാർ നല്ല ചൂടന്മാരുണ്ടായിരുന്നു. ഭരതേട്ടനൊക്കെ നല്ല ചൂടായിരുന്നു. അല്ല, അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇങ്ങനെ കുറെ നാൾ പ്രവർത്തിച്ചോണ്ട് ആ ഒരു രീതിയിൽ. ഇപ്പം സാറിന്റെ ഒപ്പം തന്നെ ആയാലും ഇപ്പൊ ദിലീപേട്ടൻ, ആഷിഖ് അബു, ഷൈൻ ചേട്ടൻ, ഇവരൊക്കെ അസിസ്റ്റന്റ് ആയിട്ട് തന്നെ ആക്ട് ചെയ്തതാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ കോമൺ സെൻസും പ്രസൻസ് ഓഫ് മൈൻഡ് ഒക്കെ ഉള്ള ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആരായിരുന്നു? എല്ലാം കൂടെ വന്നിരുന്നു. ഒരാളെ പറയാൻ പറ്റില്ല. ഓരോ ഘട്ടത്തിലും ഓരോരുത്തർക്ക് അതിൻ്റെതായ ഇതുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന ഒരു കാര്യം അതാണ്. ഞാൻ അവരൊന്നും പഠിപ്പിച്ചിട്ടില്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ നിങ്ങൾ ഇങ്ങനെയാണ് ഷോട്ട് എടുക്കേണ്ടത്, അല്ലെങ്കിൽ ക്യാമറ ഇതാണ് മറ്റാണെന്നൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒബ്സർവ് ചെയ്യുക, ഒബ്സർവ് ചെയ്തിട്ട് പഠിക്കുക. പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കത് രണ്ടാമത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ സ്കൂളിൽ ക്ലാസ്സിൽ ഇരുന്നിട്ട് പഠിക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു അസിസ്റ്റൻ്റായിട്ട് നമ്മൾ വെക്കുമ്പോൾ അവർ വെക്കും. പിന്നെ ഞാൻ അവരെ ഒബ്സർവ് ചെയ്യാറുണ്ടായിരുന്നു, ഇവർ എന്താണ് ചെയ്യണത്. അപ്പോൾ അതിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അല്ലേട്ടോ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടെന്നല്ലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ കൂടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ വളരെ സിൻസിയറായിട്ട് ഈ മീഡിയയെ ഭയങ്കരമായിട്ട് നിന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ് വലിയ ഡയറക്ടർമാരായിട്ടുള്ളത്. കുറേ പേര് നമുക്ക് പറയാൻ കഴിയുമല്ലോ. ഇപ്പോൾ ഫസ്റ്റ് പടത്തിൻ്റെ വിജയ് തമ്പി ആയിരുന്നു അസോസിയേറ്റ്. വിജയ് തമ്പി മുതൽ പിന്നെ സിദ്ദീഖ്, മരിച്ചുപോയ ഡയറക്ടർ സിദ്ദീഖ് കാക്കോത്തിക്കാവിലുണ്ട്. അവിടെ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ലാൽ ജോസ്, ദിലീപ്, ആഷിഖ് അബു മാത്രമല്ല, സുഗീത്, റോഷൻ ആൻഡ്രൂസ്, മറ്റേ നമ്മുടെ സഞ്ജയ് ബോബിലെ സഞ്ജയ്, ഇവരൊക്കെ അങ്ങനെ. പിന്നെ ഒരാളുടെ പേര് വിട്ടു പോകാൻ പാടില്ല, ഒരുപാട് പേരുണ്ട് ഇപ്പോഴും ഈ നല്ല ഡയറക്ടർമാരാവുന്ന ആൾക്കാർ തന്നെ. ഇപ്പൊ ഷൈനൊക്കെ അഭിനയിക്കാനായിട്ട് ആഗ്രഹിച്ചു വന്നിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായ ആൾക്കാർ. ദിലീപ് അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ഇപ്പൊ സാറിന്റെ അടുത്ത് നിന്ന് ഒരു ഗുരു ശിക്ഷ ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നതും, ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ന്യൂ റിലീസിന് വരുമ്പോൾ ഇപ്പോഴും വിളിക്കുന്നതൊക്കെ ആരാണ്? മിക്കവാറും എല്ലാവരുമായിട്ടും ആ റിലേഷൻഷിപ്പ് ഉണ്ട്. റിലേഷൻഷിപ്പ് കട്ടായിട്ടുള്ള ആൾക്കാർ 1-2 പേരുള്ളൂ. അത് അവർ സിനിമയിൽ അങ്ങനെ ഇല്ല, സജീവമായിട്ടില്ല. അത് മറ്റു ചില കാരണങ്ങളാൽ അവർ സിനിമയിൽ നിന്ന് മാറിപ്പോയ ആൾക്കാരാണ്. സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന എല്ലാവരുമായിട്ടും റിലേഷൻഷിപ്പ് ഉണ്ട്. അവരുടെ ഒരു സിനിമ തുടങ്ങണേ എന്നെ വിളിക്കും. ആ സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞ് സാറ് കണ്ടോന്ന് ചോദിക്കും. അതിൽ തന്നെ തിരിച്ച് എൻ്റെ സിനിമയായാലും. ഇപ്പോൾ ലാസ്റ്റ് ആഷിഖ് അബുവിൻ്റെ ഇപ്പോൾ റൈഫിൾ ക്ലബ്ബ് സമയത്ത് അതിൻ്റെ ഷൂട്ടിംഗ് മുതൽ ഇടക്കിടക്ക് ആഷിഖ് ഇങ്ങനെ ചില ടെൻഷൻസ് വരുമ്പോഴായിട്ട് വിളിച്ച് സംസാരിക്കും. റിലീസിൻ്റെ സമയത്ത് റിലീസ് കഴിഞ്ഞിട്ട് ആ ദിവസങ്ങളിൽ എനിക്ക് കാണാൻ പറ്റില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ കണ്ടുള്ളൂ. അപ്പോൾ വിളിച്ച് അങ്ങനെ എല്ലാ സിനിമകളും എല്ലാ ഡയറക്ടർമാരും അങ്ങനെ വിളിക്കാറുണ്ട്. ആ ബന്ധം ശരിക്കും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഉണ്ണികളെ ഒരു കഥ പറയും. അപ്പോൾ ഒരുപാട് കുഞ്ഞു കുട്ടികളെ വെച്ച് ചെയ്തൊരു പടമാണ്. അപ്പൊ ആ കാലത്ത് ഈ കുട്ടികളൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു സെറ്റിൽ ഉണ്ടാകേണ്ട ഒരു, നമുക്ക് ഷൂട്ടിന്റെ സ്ഥലത്ത് ഇവരെല്ലാവരും വരണം. ഇപ്പൊ ഇത്രയും ടെക്നോളജി അപ്ഡേഷൻ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അപ്പൊ ഇത്രയും കുട്ടികളെ വെച്ച് ഒരു അഭിനയിപ്പിക്കുമ്പോൾ ആ ഒരു ഓർമ്മകൾ ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ? അത് പ്രധാനമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് അന്ന് ഈ ഇങ്ങനത്തെ ഓഡീഷനൊന്നും ഇല്ല. ഇപ്പം നമ്മൾ പറയണ മാതിരി ഇപ്പോൾ വാട്സാപ്പിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഇട്ടിട്ട് ഞങ്ങൾക്ക് കുട്ടികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കിയത്, മാതൃഭൂമിയിലും മനോരമയിലും ചെറിയ പരസ്യം കൊടുത്തു. സെഞ്ച്വറി ഫിലിംസാണ് അതിൻ്റെ. അവരിങ്ങനെ മോഹൻലാലും കൊച്ചുമോനും കൂടെ പ്രൊഡ്യൂസ് ചെയ്ത പടമാണ്. അവർ പരസ്യം കൊടുത്തു, ഇങ്ങനെ കുട്ടികളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എറണാകുളത്ത് ഞങ്ങൾ കുറേ ഇൻ്റർവ്യൂ വെച്ച് കുറേ കുട്ടികൾ വന്നു, പല സ്ഥലത്തുനിന്നും വന്നു. എനിക്ക് തോന്നുന്നു 150ഓളം കുട്ടികൾ വന്നിട്ടുണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുകയായിരുന്നു ചെയ്തത്, കഥാപാത്രത്തിന് പറ്റുന്ന ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട്. ഞാനും വിജയ് തമ്പി ഉണ്ടായിരുന്നു, പിന്നെ ജോൺ പോൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ഇരുന്നിട്ട് ആണ് കുട്ടികളെ സെലക്ട് ചെയ്തത്. ഒരു പ്രൈമറി സെലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് ചൂസ് ചെയ്തത്. അതിൽ ചിലർ സിനിമയിൽ അതിനു മുമ്പ് അഭിനയിച്ചിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവരെയും കൂടി നമ്മളിതിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രക്ഷോഭുണ്ട്, ഇങ്ങനെ കുറേ പിള്ളേർ അതിൻ്റെ ഇതുണ്ട്. അത് കഴിഞ്ഞിട്ട് പുതിയ ആൾക്കാരുണ്ട്. അപ്പോൾ പുതിയ ആൾക്കാരെ സംബന്ധിച്ചോളം അവർക്കൊന്നും അറിയില്ല കുട്ടികൾക്ക്. കൊടൈക്കനാലിലാണ് ഷൂട്ടിങ്. കൊടൈക്കനാലിൽ തണുപ്പാണെങ്കിൽ നല്ല തണുപ്പാണ്. അപ്പോൾ എസ് കുമാറായിരുന്നു ക്യാമറ. ഞങ്ങൾ ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ കുമാർ പറഞ്ഞൊരു കാര്യം വെച്ചാൽ, നമുക്ക് ഏർലി മോർണിംഗിൽ ഷോട്ട് എടുക്കണം, കാരണം കൊടൈക്കനാലിൻ്റെ മിസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് സിനിമയിൽ വരണം. അപ്പോൾ ഏർലി മോർണിംഗിൽ ഷോട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികളെ നേരത്തെ എത്തിക്കണമല്ലോ. അപ്പോൾ ഞങ്ങളുടെ പ്രധാന ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ഫാം ഹൗസ് സെറ്റ് ഇട്ടിട്ടുണ്ടല്ലോ. ആ ഫാം ഹൗസ് മോഹൻലാൽ കുട്ടികൾ താമസിക്കുന്ന സ്ഥലം. ആ സെറ്റ് ഇട്ടതെന്ന് വെച്ചാൽ കൊടൈക്കനാൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്നൊക്കെ 23 കിലോമീറ്ററോ 24 കിലോമീറ്ററൊക്കെ ദൂരെയുള്ള ഒരു ലേക്കിൻ്റെ, ബെരിജം ലേക്ക് എന്നാണ് അതിൻ്റെ പേര്. ആ ബെരിജം ലേക്കിൻ്റെ കരയിലാണ് നമ്മൾ സെറ്റ് ഇട്ടേക്കുന്നത്. നല്ല സീൻ ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു
സ്ഥലമാണത്. അപ്പോൾ ആ ലൊക്കേഷൻ കണ്ടെത്തി അവിടെ നമ്മൾ സെറ്റ് ഇട്ടു. പക്ഷേ ഇത് താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് ഇത്രയും ദൂരം അവിടെ എത്തണ്ടേ, എന്നും രാവിലെ വരണ്ടേ. അപ്പോൾ എന്ന് വെച്ചാൽ 4-4:30 മണിയാകുമ്പോൾ ഈ കുട്ടികളൊക്കെ വിളിച്ചുണർത്തും പാരൻസ്. വിളിച്ചുണർത്തിയിട്ട് അവർ ഉറങ്ങിയിരിക്കും. ചെറിയ കുട്ടികളല്ലേ, 4-5 വയസ്സ് അല്ലെങ്കിൽ 7-6 വയസ്സുള്ള കുട്ടികളാണ്. ഇവരെല്ലാവരെയും തോളത്തൊക്കെ ഇട്ട് വണ്ടിയിൽ കയറിയിട്ട് കുട്ടികളെ മടിയിലിരുന്ന് ഉറങ്ങിയിരിക്കും. അങ്ങനെ ഏകദേശം ഒരു 1/4 മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് ലൊക്കേഷനിലെത്തുന്നത്. ലൊക്കേഷനിലെത്തുമ്പോൾ ഒരു 5-5:30 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവർ ലൊക്കേഷനിലെത്തിക്കും. ഞങ്ങൾ ആ സമയത്ത് എത്തിയിട്ടുണ്ടാവും. അന്ന് ഏറ്റവും വലിയ വെച്ചാൽ മോഹൻലാൽ അപ്പോൾ ലൊക്കേഷനിൽ വരും എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ 5 മണിക്ക് ഞങ്ങൾ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ ഒപ്പം എത്തും. ഞാൻ എത്തുന്നതിൻ്റെ ഒപ്പം തന്നെ പലപ്പോഴും ഞങ്ങൾ ഒരുമിച്ചാണ് ഇറങ്ങാറ്. ഒരു കാറിലേക്കാണ് ഒരുമിച്ചാണ് പോവാറ്. അല്ലെങ്കിൽ കാർത്തികയും വരും. ഒരാൾ പോലും ഞങ്ങൾ എല്ലാ ദിവസവും സൺറൈസിന് ഷോട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് ആ ഷൂട്ടിങ് തുടങ്ങിയ പടം കഴിയണവരെയും എല്ലാ ദിവസവും സൺറൈസിന് വന്നിട്ട് ഷോട്ട് എടുത്തിരിക്കും അത് കുട്ടികൾ. അപ്പോൾ എന്നിട്ടെന്ന് വെച്ചാൽ ഒരു 4-5 ഷോട്ട് എടുക്കും. ഷോട്ട് എടുത്തിട്ട് ഒരു 7-7:30 മണി വരെ ഷൂട്ട് ചെയ്തതിന് ശേഷമാണ് ഈ കുട്ടികളെ ബ്രഷ് ചെയ്യിക്കുന്നത്. ലൊക്കേഷനിലാണ് ബ്രഷ് ചെയ്യിക്കുന്നത്. അപ്പോൾ ഹോട്ട് വാട്ടർ അതിന് വേണ്ടിയിട്ട് ഒരു വാം വാട്ടറൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ട് ബക്കറ്റിലൊക്കെ അറേഞ്ച് ചെയ്തിട്ട് കുട്ടികളെ തണുപ്പല്ലേ, എന്നിട്ട് അവർ ബ്രഷ് ചെയ്യിച്ചിട്ട് കുളിക്കുന്നവരെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. അതിന് ശേഷം എനിക്ക് പിന്നീട് ഷൂട്ടിങ് കൊടുക്കും. അപ്പോൾ ഇത് എല്ലാ ദിവസവും ഇങ്ങനെയാണ്. പിന്നെ ഒരു തമാശ വെച്ചാൽ മിക്കവാറും എല്ലാ ദിവസവും ലൊക്കേഷനിൽ വന്ന് പാട്ട് ഉണ്ണികളൊരു കഥ പറയാമെന്നുള്ള പാട്ടാണ് ഇടുക. അത് അന്ന് ഈ നാഗരയിൽ പ്ലേ ചെയ്തിട്ടാണ്. അന്ന് ലാപ്ടോപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ നാഗരയിൽ പ്ലേ ചെയ്ത് ഉറക്കം മൈക്കൊക്കെ വെച്ചിട്ട് ഉറക്കം പാട്ട് കേൾക്കുകയും ചെയ്യും. രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ പാട്ടൊക്കെ വെക്കും. അപ്പോൾ എല്ലാ ദിവസവും തന്നെയാണ്. അപ്പോൾ യൂണിറ്റിലെ പിള്ളേർക്ക് എന്നോട് ഒരു ദിവസം വന്നിട്ട് സാറേ ഈ പടത്തിൽ ഈ പാട്ട് മാത്രമേ ഉള്ളൂ, സിനിമയിൽ ഈ പാട്ട് മാത്രമേ ഉള്ളൂ, കഥയൊന്നും ഇല്ലേ, ഡെയിലി ഇത് തന്നെ ഉണ്ട്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഇത് 3 പ്രാവശ്യം സിനിമയിലുണ്ട്. ആ 3 വേർഷനാണ് ഷൂട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് കുറേ കുട്ടികളായിട്ടുള്ള കുറച്ച് ഹാപ്പി വേർഷൻ ഉണ്ട്, കുറച്ച് ആദ്യം അതിൻ്റെ ടൈറ്റിൽ ഫ്ലൂട്ടൊക്കെ വായിച്ചിട്ടുള്ളുണ്ട്, പിന്നെ പാത്തോസ് ആയിട്ടുള്ളവരുണ്ട്, സാഡ് സോങ് ആയിട്ട്. അപ്പം 3 പ്രാവശ്യം 3 വേർഷൻ ഉള്ളതുകൊണ്ടാണ് ഡെയിലി അത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള തമാശ. പക്ഷെ അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത് കുട്ടികൾക്ക് ഒന്നും കാര്യമായിട്ട് ഓർമ്മയൊന്നും ഇല്ല. അവർക്ക് ചെറിയൊരു ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവരുടെ പാരൻസ് അവർ ഭയങ്കരമായിട്ട് എഫേർട്ട് കിട്ടുന്നതാണ്. എല്ലാ ദിവസവും കുട്ടികളെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഈ ഗെറ്റ് ടുഗദറിന് വന്നു കഴിഞ്ഞപ്പോൾ പാരൻസും ഉണ്ട്. കുറേ പേരുടെ പാരൻസ് വന്നിരുന്നു, ചിലർ വന്നില്ല. പക്ഷെ അവരുടെ ഒരു പഴയ കാല അനുഭവങ്ങൾ പറയുമ്പോഴാണ് അവർക്കാണ് ഓർമ്മകളുള്ളത്. പിള്ളേരും ഭയങ്കര ഇതാണ്. എനിക്ക് ഒരു മറക്കാൻ പറ്റാത്ത ഒരു കൂടിച്ചേരലായിരുന്നു. കാരണം ലാലു അത് തന്നെ പറഞ്ഞു. മോഹൻലാൽ പറഞ്ഞത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് എങ്ങനെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തികയാണ് അതിന് ഒരു ഇനിഷ്യേറ്റ് ചെയ്തത്. കാർത്തികയെ ചില കുട്ടികളായിട്ടൊക്കെ കോൺടാക്ട് ഉണ്ടായിരുന്നു, വാട്സാപ്പിലെ കോൺടാക്ട് ഉണ്ട്. അപ്പോൾ ഈ കുട്ടികളെ കൂടി പറഞ്ഞൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ കാർത്തിക എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് സാറിനെ ജോയിൻ ചെയ്യിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അതിൽ ജോയിൻ ചെയ്തു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചാറ്റ് ചെയ്യും. അങ്ങനെ അതിന് ശേഷം ഈ കുട്ടികൾ ഒരു ദിവസം എടുത്ത് പറഞ്ഞ് ലാലേട്ടൻ്റെ ബർത്ത്ഡേ വരികയാണ്, അപ്പോൾ ഞങ്ങൾക്കൊരു ബർത്ത്ഡേ വിഷസ് വീഡിയോ ചെയ്യാൻ എന്നിട്ട് ലാൽ സാറിന് കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞത് അത് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. ഈ കുട്ടികളൊരു വീഡിയോ ചെയ്തു. അതിൽ നമുക്ക് അന്ന് അവൈലബിൾ ആയിട്ട് കിട്ടിയ കുട്ടികളൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്ത് അത് ലാലിനെ അയച്ചു, കാർത്തികയുടെ അയച്ചു കൊടുത്ത് ലാൽ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ കുട്ടികൾക്ക് ഇപ്പോൾ എവിടെയാണ് കമലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ പല സ്ഥലത്തുണ്ട്, ഞങ്ങളൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. എന്നെ അതിൽ ജോയിൻ ചെയ്യിക്കാൻ ഞാൻ എന്തായെന്ന് ചോദിച്ചു. അങ്ങനെ മോഹൻലാലിനെ കൂടി ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത്. അപ്പോൾ ലാലിൻ്റെ ഒരു സജഷനായിരുന്നു ഇവർ എല്ലാവരും കൂടി നമുക്കൊരു ഗെറ്റ് ടുഗദർ വെച്ചാൽ എന്താണ്, അത് ലാലിനെ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞ് ലാലിൻ്റെ ഇവരെ വിളിച്ച് പറഞ്ഞ് ട്രിവാൻഡ്രത്താണ് വെച്ചത്. അപ്പോൾ ഇതിലത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കുട്ടികൾ പുറത്താണ്, വിദേശത്താണ്. 2 കുട്ടികൾ ഓസ്ട്രേലിയയിലാണ്, ദുബായ്, അങ്ങനെ പല സ്ഥലത്തുമാണ്. അവരൊക്കെ അതിലൊരു കുട്ടിയെ മാത്രം ഇപ്പോഴും നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അമിത് എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. ആ കുട്ടി മലയാളിയായിരുന്നു. അവൾ നോർത്ത് ഇന്ത്യനാണ്. ആ കുട്ടി ബോംബെയിലായിരുന്നു. പിന്നീട് അവർ ബാംഗ്ലൂരായിരുന്നു എന്നറിയാം. പിന്നെ ആ കുട്ടി നമുക്ക് ഇതുവരെ ട്രേസ് ചെയ്യാൻ പറ്റിയില്ല. ഏത് കുട്ടിയെന്ന് വെച്ചാൽ അതിൽ പടം കണ്ടിട്ട് മനസ്സിലായി ഒരു വിരല് ചപ്പുന്ന, എപ്പോഴും വിരല് ചപ്പിക്കൊണ്ടിരിക്കുന്ന കുട്ടി, കുതിര വണ്ടിയിൽ നിന്ന് വീണിട്ട് മരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടീനെ നമുക്ക് ഇതുവരെ കിട്ടില്ല. ബാക്കി എല്ലാ കുട്ടികളും ആ കുട്ടി വരെ ഇതിപ്പോ ആർട്ടിക്കിള് ന്യൂസ് പേപ്പറിലല്ലേ വന്നത്, അപ്പൊ അവർക്ക് അവിടം വരെ എല്ലാം നമ്മൾ കൊടുത്തു. ആ സമയത്ത് ആ കുട്ടിയെ നമ്മൾ അന്ന് ഓഡീഷനിൽ വന്നതല്ല. അതെന്ന് വെച്ചാൽ അത് മനു അങ്കിൾ എന്ന് പറഞ്ഞ പടത്തിൽ ആ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. അതിലാണെന്ന് തോന്നുന്നു. അതിലാണ് ആദ്യം. അപ്പൊ അതിൽ കണ്ടിട്ടാണ് ഞാൻ നല്ല ക്യൂട്ടായിട്ടുള്ള കുട്ടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് അന്വേഷിച്ച പ്രൊഡക്ഷൻ കൺട്രോളർ പറഞ്ഞിട്ട് ആ കുട്ടി ചെന്നൈയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെന്നൈയിൽ നിന്നാണ് ആ കുട്ടി വന്നത്. അങ്ങനെ മാസ്റ്റർ വിമലൊക്കെ അങ്ങനെയാണ് വന്നത്. മാസ്റ്റർ വിമലും പ്രശോഭും ഒക്കെ നേരത്തെ പടത്തിൽ അഭിനയിച്ചതുകൊണ്ടാണ് അവരങ്ങനെ വന്നത്. ബാക്കിയുള്ളവരെയാണ് നമ്മൾ ഈ ഓഡീഷനിൽ കൊണ്ടുവന്നത്. അപ്പൊ ഈ അമിതിനെ മാത്രം നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതാണ് കിട്ടട്ടെ, ഇനി അടുത്തൊരു ഗെറ്റ് ടുഗദറിന് അമിത് നമ്മോടൊപ്പം ചേരട്ടെ.